മോഹൻ വർഗീസ്, ഇന്നലെ RSS മേധാവി പ്രധാനമന്ത്രിയെ കാണാൻ പോകുന്നു. അപ്പോൾ ആ കൂടിക്കാഴ്ച RSS മേധാവി അങ്ങോട്ട് ചെന്നുള്ള കൂടിക്കാഴ്ച ഒരുപക്ഷേ ഈ പാകിസ്ഥാനുമായുള്ള വിഷയത്തിലായിരിക്കാം എന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. അതിൽ പോലും RSS മേധാവി പോയി കണ്ടിട്ടാണോ തീരുമാനിക്കേണ്ടതെന്നുള്ള വിഷയം അവിടെ നിൽക്കുന്നു. എന്നാൽ പോലും ആ കൂടിക്കാഴ്ചയെ അങ്ങനെയാണ് വ്യാഖ്യാനിച്ചിരുന്നത്. പക്ഷേ ആ കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടു പിന്നാലെ ഈ ജാതി സെൻസസ് പ്രഖ്യാപനം ഇന്നത്തെ പ്രധാനപ്പെട്ട കേന്ദ്രമന്ത്രിസഭാ യോഗത്തിന് ശേഷം സൂപ്പർ ക്യാബിനറ്റ് എന്നാണ് ഇന്നത്തെ യോഗത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ആ ക്യാബിനറ്റിന് ശേഷം അതാണ് പുറത്തേക്ക് പറയുന്നത്. ഈ തിരിച്ചടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല. അപ്പോൾ അതിനെ എങ്ങനെയാണ് താങ്കൾ മനസ്സിലാക്കുന്നത്, ഡോക്ടർ മോഹൻ വർഗീസ്? സ്മൃതി, ഏറെ കാര്യങ്ങൾ വായിച്ചെടുക്കാവുന്ന ഒരു സന്ദർശനമാണ് സർസംഘചാലക് മോഹൻ ഭാഗവത് ഇന്ന് നടത്തിയിട്ടുള്ളത്. ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ല. RSS മേധാവിയും രാഷ്ട്രീയ നേതൃത്വവും തമ്മിൽ സാധാരണഗതിയിൽ കൂടിക്കാഴ്ചകൾ നടത്തുന്നത് നാഗ്പൂരിൽ വെച്ചാണ്. ഇത് ഡൽഹിയിൽ വെച്ച് RSS മേധാവി നേരിട്ട് ഡൽഹിയിൽ ചെന്ന് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ കണ്ട് സംസാരിച്ചതിന്റെ ഇതിവൃത്തം ഒരുപക്ഷെ ഒരു സമഗ്രമായ RSSനെ സംബന്ധിച്ചിടത്തോളം വിദേശ നയമോ ആഭ്യന്തര നയമോ മാത്രമല്ല, ഒരു സാംസ്കാരിക തനിമ കൂടിയുണ്ട്. ഒരു ജനതയുടെ ഒരു 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 പ്രതിഫലനം, പ്രത്യേകിച്ച് യുദ്ധം പോലെ ഒരു അന്തരീക്ഷം സംജാതമായി നിൽക്കുന്ന സമയത്ത് യുദ്ധം ആസന്നമാണ് എന്ന ഒരു പ്രതീതി ഇവിടെ പൊതുവെ ഇന്ത്യയിൽ ജനിച്ചിട്ടുള്ള സ്ഥിതിക്ക് കീപ് ദ പീപ്പിൾ ടുഗെദർ, പ്രതിപക്ഷം എക്കാലത്തും മുറവിളി കൂട്ടിയ ഈ സമീപ ഭൂതകാലത്തെ മുറവിളി കൂട്ടിക്കൊണ്ടിരുന്ന ആശയമാണ് ജാതി സെൻസസ് കൊണ്ടുവരിക എന്നത്. അത് വൈകിയോ ആരാണ് കൊണ്ടുവന്നത്, വൈകിപ്പോയതൊന്നും ഇനിയിപ്പോൾ പ്രസക്തമല്ല. ഒരു രാജ്യത്തെ ജനതയുടെ ആവിഷ്കാരമായി ഭരണപക്ഷവും പ്രതിപക്ഷവും ഈ കാര്യത്തിൽ കൺവേർജ് ചെയ്യുന്നു. ശ്രീ രാഹുൽ ഗാന്ധിയുടെ പ്രസ് മീറ്റ് കാണുകയുണ്ടായിരുന്നു, ലൈവായിട്ട് നമ്മളെല്ലാവരും കണ്ടല്ലോ. അതിനകത്ത് പറയുന്നത് എന്താണ്? കോൺഗ്രസ് പാർട്ടിയുടെ ആശയമാണ്. അതുമാത്രമല്ല, ഇപ്പോൾ BJPയുടെ സഖ്യകക്ഷിയായ നിതീഷ് കുമാറിന്റെ കക്ഷി, ബീഹാറിലെ ജനതാദൾ യുണൈറ്റഡ്, ആ കക്ഷിയുടെ കൂടി പ്രത്യേക താല്പര്യമാണ്. അവിടെയാണ് അവിടെയാണ് ഒന്ന് അവിടെ നടത്തി കഴിഞ്ഞു. അതുകൊണ്ട് രാജ്യവ്യാപകമായി നടത്തുമ്പോൾ ഇതിന്റെ അനുരണങ്ങൾ ബീഹാർ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും. അതുകൊണ്ട് ബീഹാറാണ് ഇമ്മീഡിയറ്റ് ശ്രദ്ധ എന്ന് നമുക്ക് കരുതാവുന്നത്. ബീഹാറാണ്. അത് മാത്രമല്ല, രാജ്യത്തെ ജനങ്ങളെ, കാരണം വലിയൊരു ഡിബേറ്റ് നടക്കുകയാണ്. രാജ്യത്തിന്റെ സുരക്ഷ ഒരു വലിയ ഡിബേറ്റായി രാജ്യം നടക്കുമ്പോൾ അതിനിടയിൽ നിർണായകമായ ഒരു തീരുമാനം എന്ന് പറയുന്നത് കേവലം യാദൃച്ഛികമാണ് ഇതെന്ന് കരുതാനാവില്ല. അത് മാത്രമല്ല, നേരത്തെ സ്മൃതി സൂചിപ്പിച്ച സൂപ്പർ ക്യാബിനറ്റ്, അത്യപൂർവമായി മാത്രമേ അങ്ങനെ ഒരു സൂപ്പർ ക്യാബിനറ്റ് മീറ്റിംഗ് നടക്കാറുള്ളൂ. ഇന്ന് നടന്ന സൂപ്പർ ക്യാബിനറ്റിന്റെ തീരുമാനങ്ങൾ സുരക്ഷയുമായി ബന്ധപ്പെട്ട, തിരിച്ചടിയുമായിട്ട് ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളായിരിക്കുമെന്നായിരുന്നു എല്ലാവരും വിചാരിച്ചത്. പക്ഷേ അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാവാം, അത് പുറത്ത് പറഞ്ഞിട്ടില്ല. പക്ഷേ പുറത്തു പറഞ്ഞ തീരുമാനം ഇതാണ്. അശ്വിനി വൈഷ്ണവാണത് വിശദീകരിച്ചുകൊണ്ട് പ്രസ് കോൺഫറൻസ് നടത്തിയത്. അതിനർത്ഥം എന്താണ്? ഇവിടെ ജനങ്ങൾ, ഇപ്പം ഭൂരിപക്ഷ വിഭാഗമാണ് ഹിന്ദു മതത്തിന്റെ അവാന്തര വിഭാഗങ്ങൾ. ആ അവാന്തര വിഭാഗങ്ങൾ തമ്മിൽ ചിതറിപ്പോകാതിരിക്കാൻ കാസ്റ്റ് സെൻസസിൽ നിന്നും ഒഴിവായി നിൽക്കുന്നു. ജാതീയമായ ഐഡന്റിറ്റിക്ക് ഉപരിയായ മതപരമായ ഐഡന്റിറ്റി എന്നതാണ് ഒരു ഹിന്ദു സമീപനം. പക്ഷെ അത് പൊളിറ്റിക്കലി ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ BJP അതിനോടൊപ്പം അല്ലായിരുന്നു. അങ്ങനെ BJPക്കും RSSനും തമ്മിൽ യോജിക്കാവുന്ന ഒരു മേഖലയിലേക്ക് ഇത് വന്നു. അപ്പൊ രാജ്യത്തിന്റെ മുഴുവൻ ശ്രദ്ധ യുദ്ധത്തിലേക്ക് നീങ്ങിയപ്പോൾ ഇപ്പോൾ നിർണായകമായൊരു തീരുമാനവുമായി വന്നു എന്ന് വേണം കരുതാൻ. അത് നടപ്പാക്കാൻ എളുപ്പമാണ്. ഈ സമയത്ത് ഒരു വിരോധവും ഉണ്ടാവില്ല, ഒരു പ്രതിഷേധവും ഉണ്ടാവില്ല. ഇനി 50%, രാഹുൽ ഗാന്ധി പറയുന്നത് പോലെ 50% ക്യാപ്പ് എന്ന് പറയുന്നത് ഒരു കീറാമുട്ടിയായി നിൽക്കും. അതെങ്ങനെയാണ് നിയമനിർമ്മാണത്തിലൂടെ അത് മറികടക്കാൻ കഴിയുക എന്നതാണ് ഇനിയത്തെ പ്രധാനപ്പെട്ട ചോദ്യം. അതുകൊണ്ട് ആ രീതിയിൽ അതിനുള്ളിൽ തന്നെ വിമൻസ് റിസർവേഷൻ എങ്ങനെയാണ് സാധിക്കുക, അങ്ങനെയുള്ള നിറ്റിഗ്രിറ്റീസ് ഒരുപാട് വർക്കൗട്ട് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ജാതി സെൻസസ് ഇപ്പോൾ വന്നതിന് പിന്നിൽ ബീഹാർ തെരഞ്ഞെടുപ്പ് 1, 2 രാജ്യം യുദ്ധത്തിലേക്ക് പോകുമ്പോൾ ജനത ഒറ്റക്കെട്ടാണ് എന്ന പ്രതീതി ഉണ്ടാക്കണം. പ്രതിപക്ഷത്തിനും കൂടി സ്വീകാര്യമാകുന്ന ഒരു നിലപാട് സർക്കാർ എടുത്തു എന്ന് വരണം. അതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഡോക്ടർ മോഹൻ വർഗീസ് താങ്കൾ പറഞ്ഞത്. RSS ആദ്യം പറഞ്ഞിരുന്നത് ജാതി സെൻസസിന് സംവരണവുമായി ബന്ധമില്ല എന്ന് മാത്രമല്ല, ജാതി സെൻസസ് ദേശീയ ഐക്യം തകർക്കും എന്നുള്ളതാണ്. അതിൽ നിന്ന് മാറിയൊരു ഹിന്ദു ഐക്യം എന്നതിലേക്ക്
ഹിന്ദു ഐക്യം അഖണ്ഡത എന്ന ആശയവുമായ സെൻസസിനെ ബന്ധപ്പെടുത്തുന്ന ജാതി സെൻസസിനെ ബന്ധപ്പെടുത്തുന്ന ഒരു രീതിയിലേക്ക് അത് കൊണ്ടുവരാനുള്ള ബോധപൂർവമായ ശ്രമം RSS നടത്തുന്നുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് വേണം ഈ തീരുമാനത്തെ കാണാൻ. മാത്രമല്ല RSS അത് നടപ്പാക്കാൻ ആവശ്യപ്പെടുന്നു. കേന്ദ്ര സർക്കാർ അത് പ്രഖ്യാപിക്കേണ്ടി വരുന്നു. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടത്തിയ പ്രചാരണത്തിലെ പ്രസംഗങ്ങൾ വിഴുങ്ങേണ്ടി വരുന്നു എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അതിനെ നേരെ തിരിച്ചത് നടപ്പാക്കുന്നതിലേക്ക് വരുമ്പോൾ പ്രതിപക്ഷമായിരുന്നു ശരി എന്നതിലേക്കും കൂടി അത് എത്തുകയാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.